വെങ്ങിണിശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. CC മുകുന്ദൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പല മേഖലയിലും നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്ഷീരമേഖലയെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊരു ആലോചന പല മേഖലയിലുണ്ടായിരുന്നു. അതുപ്രകാരം നമ്മുടെ ക്ഷീര ഉത്പാദകരെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അവരെ ഉത്പാദിപ്പിക്കുന്ന പാലിന് ന്യായമായ വില ലഭിക്കാൻ എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ കഴിയുക, അവരെ ആ നിലവാരം, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ നിലവാരം മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. MLA ആയപ്പോഴാണ് അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങൾ വാക്കാലല്ല പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥ നിലനിന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പാർളം ഗ്രാമപഞ്ചായത്ത് ഇന്നലെ തന്നെ ഞാൻ നമ്മുടെ അർണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെയും നമുക്കൊരു ക്ഷീര കർഷക സംഘം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാനുള്ള ആവശ്യമുണ്ട്. ഇതുപോലൊരു സംഖ്യ അവിടെയും കൊടുക്കാമെന്ന് ഞാൻ പറയേണ്ടായി. പക്ഷെ അത് പറയാനുള്ള കാരണം അവിടെ വലിയൊരു ആശുപത്രി, മൃഗാശുപത്രി അവിടെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ കൃഷിഭവൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് അവിടെയും ഈ പറഞ്ഞ സംഖ്യ കൊടുക്കാൻ ഈ എൻ്റെ കാലഘട്ടത്തിൽ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഒരു കാലഘട്ടത്തിലല്ലോ ഏകദേശം കഴിയാൻ പോവാണ്. ആ കാലഘട്ടത്തിൽ പരമാവധി ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങൾ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നത് ഇപ്പോഴും ആദ്യ സെക്കൻഡ് ഞാൻ പറഞ്ഞു, ഈ ഭാഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആദ്യം നമ്മൾ പാല് കുറയ്ക്കണം. 100 ചില്ലാനും പാല് മാത്രമേ നമുക്ക് നമ്മുടെ സംഘത്തിൽ ചെലവുണ്ടായിരുന്നുള്ളൂ. ഒരു 130-140 ലിറ്റർ പാലിലേക്ക് ഞങ്ങൾ ചുരുക്കിയിട്ട് സംഘത്തിനെ പടിപടിയായിട്ട് നമ്മൾ ലാഭത്തിൽ കൊണ്ടുവരാൻ ശ്രമമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഓഡിറ്റ് പ്രകാരം ഇപ്പൊ നമുക്ക് സംഘം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘമായി മാറിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ നമുക്ക് മാറുമ്പോൾ ഏകദേശം ഒരു 60,000 രൂപയോളം നമുക്കിനി ലാഭമായി കിട്ടും. കാരണം നമുക്ക് വാടകയും കറണ്ട് ബില്ലും ചാർജ് നമുക്ക് അടക്കാൻ 5,000 നമുക്ക് വരുന്നുണ്ട്. 12 മാസിക 60,000 വെച്ച് കൂട്ടി തന്നെ നമുക്ക് സംഘത്തിൽ നമുക്ക് മറ്റുള്ള ഓരോ പരിപാടികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെതായ ക്ഷീരത്തിന്റെ അല്ലെങ്കിൽ കർഷകർക്കുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനായിട്ട് സാധിക്കും. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംഘം പ്രസിഡന്റ് VV ഷിബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി അമൃത ആരോമൽ, ചേർപ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെറി ജോസഫ്, K പ്രമോദ്, പഞ്ചായത്ത് അംഗം സിബി സുരേഷ്, സുബിത സുഭാഷ്, സീനിയർ ക്ഷീരവികസന ഓഫീസർ സെറിൻ P ജോർജ്, ശാലിനി, ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് KK ഷാജി എന്നിവർ സംസാരിച്ചു.